ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, ഈ ഒരു പ്ലെയിൻ നെറ്റിൽ നമുക്ക് കിട്ടിയൊരു വർക്കാണ് സ്ലിറ്റർ ടോപ്പ് ചെയ്യാനായിട്ട്. ഈ ഒരു പ്ലെയിൻ നെറ്റും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ലൈനിങ് വെക്കാൻ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയലുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവേ എനിക്ക് നെറ്റ് ഇതുപോലെ സ്ലിറ്റർ ടോപ്പ് ചെയ്യുന്നതിനോട് വലിയധികം താല്പര്യമില്ല. കാരണം തീരെ കട്ടിയില്ലാത്ത തുണിയാണ്, എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ ഉടനെ കീറിപ്പോവുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് കിട്ടിയ വർക്ക് എന്തായാലും നമ്മൾ ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യത്തുള്ളൂ. പിന്നെ ലൈനിങ്ങിലാണ് ആസ് യൂഷ്വൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതൊക്കെ. പിന്നെ നെറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തെന്നി എപ്പോഴും പോകും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോഡ് മുട്ടുസൂചിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മളിത് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ സ്ലീവിന് ലൈനിങ് വെക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിച്ചം വന്ന തുണി അവർക്ക് തിരികെ നൽകണമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പം തന്നെ തിരിച്ച് ബാക്ക് ബാലൻസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് തുണി ഒരുപാട് വേസ്റ്റ് ആകാതെ തന്നെ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടും പറ്റും. അങ്ങനെ മിച്ചമുള്ള തുണിയിൽ നമ്മൾ ഇതുപോലെ സ്ലീവ് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ആ നെറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. മിച്ചം വന്ന തുണി അതുപോലെ തന്നെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തെന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെറ്റിനൊക്കെ പൊതുവെ ക്യാൻവാസിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം തീരെ കട്ടിയില്ലാത്ത തുണിയാണ് നെറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം മിച്ചം വന്ന ലൈനിങ് തുണിയിൽ വെച്ചതിന് ശേഷം നമ്മളൊരു ക്യാൻവാസ് ഷേപ്പിൽ 2 പീസ് തുണിയും കട്ട് ചെയ്ത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റല്ലേ, ഒരുപാട് കട്ടിയില്ല. അതുപോലെ തന്നെ ലൈനിങ് അടിയിൽ നമുക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ടോപ്പിനെക്കാട്ടിലും ഒരു 2 ഇഞ്ചൊക്കെ ഇറങ്ങിയാൽ മതി, ലൈനിങ് ഇറങ്ങി ഇരുന്നാൽ മതി എന്നുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തന്നെ ഒരുപാട് ലൈനിങ് ഇറക്കാതെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ എന്നാൽ അടുത്തടുത്തല്ലാത്ത രീതിയിലുമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ലൈനിങ്ങും അതുപോലെ തന്നെ നെറ്റ് തുണി ഇല്ലെങ്കിൽ നല്ല തുണിയും ഒരുപോലെ അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളത് സ്ലീവ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടോപ്പ് ആയിക്കോട്ടെ ചുറ്റിനും അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നെക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പോയത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും, ഓരോന്നിനും ഓരോ ഷേപ്പായി പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും പിന്നെ പണി കിട്ടുന്നത്. തയ്ച്ചതിന് ശേഷം നമുക്ക് പിന്നെ അഴിക്കെന്ന് പറയുന്നതൊക്കെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ചുറ്റിനും എല്ലായിടത്തും മുട്ടുസൂചി കൊണ്ട് കുത്തി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എല്ലാം അടിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ തയ്ക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മുട്ടുസൂചി വെച്ചിട്ട് നമുക്ക് തയ്ക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവലിന് തുണി നിൽക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ നിൽക്കും. നമുക്ക് തുണി ഉണ്ടെങ്കിൽ ആ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കഴുത്തൊക്കെ ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ചിലരൊക്കെ പറയുന്ന പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് തയ്ക്കാൻ കുറച്ച് പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വെക്കുന്ന ലൈനിങ് എന്താണ് തയ്ക്കുന്ന സമയത്ത് ലൈനിങ് വേറെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള നെറ്റ് വേറെ, ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് പൊതുവെ എല്ലാവരും നെറ്റ് സ്ലിറ്റർ ടോപ്പൊക്കെ ചെയ്യാനായിട്ട് മടിക്കുന്നത്. അതുപോലെ തന്നെ ടക്കൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ നെറ്റ് അതിൻ്റെ ഉള്ളിൽ വീഴത്തില്ല, അതായത് ലൈനിങ് മാത്രമായിരിക്കും സ്റ്റിച്ചിങ്ങിൽ വീഴുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ അതും ഭംഗിയില്ലാതെ വരും. കാരണം രണ്ടും നമ്മൾ കറക്റ്റ് ലെവലിന് പിടിക്കണം. അത് ഒരിക്കലും തെന്നി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ടോപ്പിൻ്റെ ഭംഗി പോകും. ബാക്ക് സൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതിൽ ലൈനിങ് വേറെ അതുപോലെ തന്നെ നെറ്റ് വേറെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിന് ഷേപ്പ് കിട്ടാതെ വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇടാത്തത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം സ്ലിറ്റർ ടോപ്പ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് സ്ലിറ്റൊക്കെ എളുപ്പം ചെയ്യാവുന്ന രീതി മെത്തേഡ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത്. പിന്നെ നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് എപ്പോഴും കുറ്റം തീരത്തില്ലായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ. ഒരിക്കൽ പോലും പക്ഷെ അവർ തയ്യൽക്കാരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് കരുതി നല്ല തുണി കൊടുത്തിട്ട് തയ്യൽക്കാർ നശിപ്പിച്ച് കളയുന്ന കേസസ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലർക്ക് അങ്ങനെയാണ്, എത്ര നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരങ്ങനെയാണ്. അപ്പം നമ്മൾ ചെയ്ത ഒരു വർക്ക് നിങ്ങളിലോട്ടും കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ആണെങ്കിലും 2 വട്ടം അടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരു സൈഡ് നമ്മൾ അടിച്ച് നിർത്തിയതിന് ശേഷം ഇതുപോലെ നെറ്റൊക്കെ ചെയ്യുമ്പോൾ പൊതുവെ 2 അടിപ്പടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്കിൽ മാത്രമാണ് അത് നീറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും ഏകദേശം ഞാൻ സ്ലിറ്റൊക്കെ എങ്ങനെ ചെയ്തിട്ട് കിട്ടിയെന്നുള്ളത് കാണിക്കാം. ഈ ലൈറ്റ് ഇങ്ങനെ വന്നും പോയി നിൽക്കുവാണ്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ വെട്ടം ശരിയാകാത്തതിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് സ്ലിറ്റൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും ചെയ്തിട്ട്
കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. എന്താണെന്നറിയത്തില്ല, എപ്പോൾ നെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു പേടിയാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് തുണി എടുത്താലും എനിക്കൊരു ടെൻഷൻ ഉണ്ട്, ശരിയാവോ ഇനി തെറ്റിപ്പോവോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.